ഒന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 22 വരെയുള്ള 2 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. സാധിക്കുമെങ്കിൽ 27 വരെ അല്ലെങ്കിൽ 26 വരെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم وقفوهم إنهم مسؤولون وقفوهم إنهم مسؤولون ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون. 22 മുതൽ 27 വരെ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഓതാം, നിങ്ങൾ ഓതിക്കോ. أعوذ بالله من الشيطان الرجيم. واحشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم وقفوهم إنهم مسؤولون ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون. ഇൻഷാല്ലാ 22 മുതൽ 27 വരെയുള്ള ആയത്ത്. അപ്പോൾ ഇവിടെ 22-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മലക്കുകളോടാണ്. മലക്കുകളെ, നിങ്ങൾ ഇവരെ ഒരുമിച്ച് കൂട്ടുക. ആരെ? ഈ ളുൽമ ചെയ്ത, അക്രമം ചെയ്ത ആൾക്കാരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഉഹ്ശുറുല്ലദീന ളലമു വ അസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. ഉഹ്ശുറു അവിടെ ഹ ആണ്. ഹ ഉഹ്ശുറു അവിടെ ഹായിലേക്ക് അത് പോകരുത്, ഉഹ്ശുറു എന്നാവരുത്. ഉഹ്ശുറു നിങ്ങൾ ശേഖരിക്കുവീൻ. ഹഷറ എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു, ഒരുമിച്ച് കൂട്ടി എന്നാണ്. മഹ്ഷർ എന്ന് പറഞ്ഞാൽ മഫ്അൽ വസ്നാണ്, അതായത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ. മഹ്ഷർ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം, അതാണ് മഹ്ഷർ എന്ന് പറയുന്നത്. സൂറത്തുൽ ഹഷർ എന്ന് പറയുന്ന ഒരധ്യായം നമുക്ക് ഖുർആനിൽ തന്നെ കാണാം. അപ്പോൾ ഉഹ്ഷുറു എന്ന് പറഞ്ഞാൽ ഹഷറ യഹ്ഷുറു, അതിൻ്റെ കൽപ്പനാരൂപമാണ് ഉഹ്ഷുർ, അതിൻ്റെ ജംഅ് രൂപമാണ് ഉഹ്ഷുറു. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുവീൻ, ശേഖരിക്കുവീൻ. അള്ളാഹു മലക്കുകളോട് പറയുകയാണത്. അതിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോടാണ് പറയുന്നത്. ആരെയാണ് ഒരുമിച്ച് കൂട്ടേണ്ടത്? അല്ലദീന ളലമു, ളുൽമ് ചെയ്ത ആളുകളെ. ളുൽമ് ചെയ്ത ആളുകളെ. അള്ളാഹു പല തെറ്റുകളെ പറ്റി ളുൽമ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറഞ്ഞ ഒന്നാണ് ഷിർക്ക്. ഇന്ന ഷിർക ലളുൽമുൻ അളീം. ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. അപ്പോൾ പിന്നെ പല തെറ്റുകളെ പറ്റി ളുൽമ് എന്ന് പറഞ്ഞാൽ, ളുൽമ് പറഞ്ഞാൽ മഹാ അക്രമം, വലിയ തെറ്റിനാ പറയാം. അപ്പൊ നിങ്ങൾ ളുൽമ് ചെയ്ത ആളുകളെ ഒരുമിച്ച് കൂട്ടൂ എന്ന് പറയും. വസ്വാജഹും അവരുടെ ഇണകളെയും, സൗജ് അസ്വാജ് അവരുടെ ഇണകളെയും, വമാ കാനു യഅ്ബുദൂൻ അവർ ആരാധിച്ചു വന്നിരുന്നവയെയും. അപ്പോൾ അക്രമികളെയും അവരുടെ ഇണകളെയും, പിന്നെയോ അവർ ഒരുമിച്ച് അവർ ആരാധിച്ചു വന്നിരുന്നതിനെയും. വമാ കാനു യഅ്ബുദൂൻ അവർ ആരാധിച്ചു വന്നിരുന്നതിനെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടാം.
അപ്പം 3 കൂട്ടരെ പറ്റി പറഞ്ഞു. 1 ളുൽമ് ചെയ്ത ആളുകൾ, 2 അവരുടെ ഇണകൾ, 3 അവര് ആരാധിച്ചു വന്നിരുന്ന ആളുകൾ. ഷിർക്ക് ചെയ്ത, അല്ലെ ഷിർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് വരുന്നത്. അപ്പോ എങ്ങനെ ആരാധിച്ചു വന്ന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ റബ്ബല്ലാത്ത പടപ്പുകളെ എല്ലാം പെട്ടു. ജിന്ന്, മലക്ക്, മനുഷ്യൻ, ബിംബങ്ങള്, വിഗ്രഹങ്ങള്, എന്തെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം പെട്ടു. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അങ്ങനെയുള്ള സൃഷ്ടികൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഹ്ദൂഹും, നീ അവരെ നയിക്കുവിൻ. ശരിക്ക് ഹദ എന്നുള്ള പദം ഒരു നന്മയിലേക്ക് നയിക്കുന്നതിനാണ് പറയുക. ഹദ നമുക്ക് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ടല്ലോ. അപ്പം ഹദ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു നേരായ വഴി, നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഹദ യഹ്ദി, ഇഹ്ദി, ഇഹ്ദിയ, ഇഹ്ദു, അതാണ് അതിൻ്റെ രൂപം. ഹദ യഹ്ദി, ഇഹ്ദി, ഇഹ്ദി നീ നയിക്കുക. ഇഹ്ദിയാനി ഇഹ്ദൂന, അവിടെ ഇഹ്ദു നിങ്ങൾ, മലക്കുകളോട് മൊത്തം പറയുകയാണ്, ആ ചുമതലയേൽപ്പിക്കപ്പെട്ട എല്ലാ മലക്കുകളോടും. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ ആരാധിച്ചു വന്നവയെ നിങ്ങൾ അതിനെയും ഒരുമിച്ച് കൂട്ട്. ഫഹ്ദൂഹും, എന്നിട്ട് ഈ ആളുകളെ എല്ലാം കൂടി നയിച്ചു കൊണ്ടുപോവുക. ഇലാ സിറാത്ത്, നമ്മൾ സാറിന് കേട്ടുള്ള സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞ എന്താണ്? ഇലാ സിറാത്തുൽ ജഹീം എന്നാണ്. ജ്വലിക്കുന്ന നരകത്തിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോവൂ എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ജ്വലിക്കുന്ന നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അപ്പം നരകത്തിലേക്ക് നമ്മൾ സ്വയം പോവല്ല ചെയ്യുന്നത്, മറിച്ച് നരകത്തിലേക്ക് മലക്കുകൾ അതിൻ്റെ ആളുകളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് തഫ്സീർ ഇബ്നു കസീറിന്റെ ഒരു പേജാണ് കൊടുത്തിരിക്കുന്നത്, ഈ ആയത്ത് വിശദീകരിക്കുന്ന ഒരു പേജ്. അപ്പൊ ഇവിടെ കാണാം, ആദ്യം തന്നെ, അതായത് ചില താബിഈകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. അതില് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം ഇതാണ്: അഹ്ഷുറുല്ലദീന ലലമു വഅസ്വാജഹും എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തവരെയും അവരുടെ ഇണകളെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇഖ്വാനഹും എന്നുള്ളതാണ്. അവരുടെ സഹോദരങ്ങളെ, അതായത് ളുൽമ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ. അതല്ലാതെ ഇപ്പൊ ളുൽമ് ചെയ്ത ആളുകളെയും അവരുടെ എല്ലാ ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതല്ല. ഇപ്പൊ ഫിറഔൻ ആരായിരുന്നു? ഏറ്റവും വലിയ പോക്കിരി അക്രമിയായിരുന്നു. അപ്പൊ ഫിറഔനോട് മലക്കളോട് പറയാം, ഫിറൗനെയും ഫിറൗന്റെ ഇണയം എന്ന് പറഞ്ഞാൽ ആസിയ ബീവി അതിൽ പെടാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ആണുങ്ങള് പിന്നെ അവിശ്വാസികളായിരിക്കും, ഭാര്യമാർ വിശ്വാസികളായിരിക്കും, നേരെ തിരിച്ചും ഒക്കെ വരാം. എന്നാൽ ഭാര്യയും ഭർത്താവും ഈ ളുൽമ് ചെയ്ത കൂട്ടത്തിൽപ്പെട്ട അങ്ങനെയുണ്ട്. അതിൽപ്പെട്ടതാണ് അബൂലഹബിന്റെ ചരിത്രം. അബൂലഹബ്, അതുപോലെ തന്നെ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ, രണ്ടുപേരും കൂടി ആണ് ളുൽമില് പിന്നെ ഒരുപോലെ പങ്കെടുത്തിരുന്നത്. ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, അവരെ ശപിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ അവരെയും അവരുടെ ഇണകളെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ സമാന ളുൽമ് ചെയ്ത ആളുകളെയും എന്നുള്ളതാണ്. അതിൽ വേറൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഷ്ബാഹും, അതായത് ഒരു തെറ്റ് ചെയ്ത ആളുകൾ, അതിന് സമാനമായ തെറ്റ് ചെയ്ത ആളുകൾ എന്ന അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാല് നാളെ പരലോകത്ത് ചില ആളുകൾ ഇങ്ങനെ വരും എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. യജി ഉ സാഹിബു റിബ മാ അസ്ഹാബി റിബ, ഈ പലിശ വാങ്ങിയ ആൾക്കാരൊക്കെ ഒന്നിച്ച്, അങ്ങനെ ഒരു പലിശ വാങ്ങിയവനുണ്ടെങ്കിൽ പലിശ വാങ്ങിയ ആ വലിയ തെറ്റ് ചെയ്ത ആളുകളുടെ കൂടെ അങ്ങനെ ഒരു കൂട്ടായിട്ട് വരും. വസ്വാഹിബുസിന മാ അസ്ഹാബിസിന, വ്യഭിചാരവും അത്തരം മാർഗങ്ങളുമായി നടന്നിരുന്ന ആളുകളൊക്കെ ഒരു കൂട്ടമായി അവിടേക്ക് വരും, അവരെ അതിലൂടെ തിരിച്ചറിയും. വസ്വാഹിബുൽ ഹംരി മാ അസ്ഹാബിൽ ഹംർ, കള്ളു കുടിച്ചിരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഒരു കൂട്ടമായി, അവരാ തെറ്റ് ചെയ്ത ആൾക്കാരാണ്, അങ്ങനെ വരും. അങ്ങനെ ഓരോന്നും അപ്പം ആ രൂപത്തിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. പിന്നെ അവരും അവരുടെ ഇണകളും ഭാര്യമാരും എന്നുള്ള ആ ഒരു അഭിപ്രായം വളരെ അപൂർവമായിട്ടാണ് വന്നിരിക്കുന്നത്. മറിച്ച് സമാന സ്വഭാവമുള്ളവർ എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ എന്താണ്? അവരെ നരകാഗ്നിയിലേക്ക് നിങ്ങൾ നയിച്ചു കൊണ്ടുപോവുക എന്നാ പറഞ്ഞത്. ആ നരകത്തിന്റെ റൂട്ട് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അതുവഴി അവരെ കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇസ്രാ സൂറത്തുണ്ട് 17-ാമത്തെ, അതിന്റെ അവസാന ഭാഗത്ത് 97-ാമത്തെ ആയത്തിൽ കാണാം. അതിന് സമാനമായൊരു പ്രയോഗമാണ് ഇവിടെയും റബ്ബ് നടത്തിയെന്നാണ്. അപ്പൊ ഇസ്രായിൽ എന്താ പറയുന്നത്? വനഹ്ഷുറുഹും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഏറ്റവും അടിയിൽ കാണാം.
വനഹ്ഷുറുഹും യൗമൽ ഖിയാമ. അതായത് അള്ളാഹു പറയാണ്, നാം അവരെ എല്ലാം ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടും, ഒരാളും വിട്ടുപോകില്ല. എങ്ങനെയാണ് അവർ നരകത്തിലേക്ക് പോവുക? അലാ വുജൂഹിഹിം, തല കീപ്പോട്ടായിരിക്കും, കാല് മേപ്പോട്ടായിരിക്കും. അങ്ങനെ അള്ളാഹു കൊണ്ടുപോകുന്നുള്ളത്. അത് നിന്ദ്യതയുടെ ഏറ്റവും വലിയൊരു മോശമായ അവസ്ഥയാണത്. തല കീപ്പോട്ട്. ഇപ്പൊ തല കീപ്പോട്ടാക്കിയിട്ട് എങ്ങനെ നടക്കാൻ പറ്റുക? നമുക്കറിയില്ല. അങ്ങനെ ആരും നടക്കുന്ന കാണുന്നുമില്ല. അഭ്യാസ പ്രകടനങ്ങളൊക്കെ ചില ആൾക്കാർ കാണിക്കും. അപ്പൊ നിന്ദ്യതയാണ്. തല കീപ്പോട്ടായിട്ട്. ഉമ്യൻ, അവർക്ക് കണ്ണ് കാണാൻ പറ്റുകയില്ല. ബുക്കുമ്മൻ വസുമ്മൻ, ചെവി കേൾക്കുകയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല. മഅ്വാഹും ജഹന്നം, അള്ളാഹു പറയാണ് അവരുടെ കേന്ദ്രം, അവർക്ക് അള്ളാഹു അഭയം കൊടുക്കുന്ന സ്ഥലം ജ്വലിക്കുന്ന നരകമാണ്. കുല്ലമ ഖബത് സിദ്നാഹും സഈറ, നരകത്തിന്റെ തീ ഇങ്ങനെ കത്തും. ആളി കത്തിയിട്ട് അത് കെടാൻ പോകുമ്പോഴത്തേക്കും വീണ്ടും നാം ആളി കത്തിക്കും. അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതുപോലെയുള്ള ആയത്തുകൾ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ആയത്ത്. എന്താണ്? വക്കിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, ചെറിയൊരായത്താണത്. വക്കിഫൂഹും, അവരെ നിർത്തുകയും ചെയ്യുവേൻ. മലക്കുകളോട് അള്ളാഹു പറയണം അവരെ നിർത്തുകയും ചെയ്യും. വക്കഫ എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നാണ്. വഖഫ് നമ്മൾ പറയാറില്ല, ഒരായത്തിലും വഖഫ് ചെയ്യാന്ന് പറയാറില്ല, നിർത്തുക എന്നാണ്. അപ്പൊ വക്കിഫൂഹും, നിങ്ങൾ അവരെ നിർത്തുക. അള്ളാഹു പറയാണ്, മലക്കുകളോട് പറയാണ്, നിങ്ങൾ അവരെ നിർത്തുകയും ചെയ്യുവീൻ. ഒരു സ്ഥലത്ത് മഹ്ഷറിൽ അവരെ ഒരുമിച്ച് നിർത്ത്. എന്തിനാണത്? ഇന്നഹും, തീർച്ചയായും അവർ, മസ്ഊലൂൻ, അവർ ചോദിക്കപ്പെടുന്നവരാണ്, അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, അവർ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. എന്താണ്? അപ്പൊ ഇവിടെ വിചാരണയെ പറ്റിയിട്ടാണല്ലോ, നമ്മൾ മഹ്ഷറുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വിചാരണയുണ്ട്. അപ്പൊ വിശ്വാസികൾക്ക് വിചാരണ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾക്ക് വിചാരണയില്ല. കാരണം അല്ലെങ്ങാനും ഒരാളെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം മഹാ കഷ്ടമായിരിക്കും, അവൻ പിന്നെ രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്ക് നോട്ടം, ഒരു കിതാബ് നോട്ടം, അത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആരെങ്കിലും അള്ളാഹു വിചാരണയ്ക്ക് തീരുമാനിച്ചാൽ പിന്നെ അവന്റെ കാര്യം മഹാ കഷ്ടം തന്നെ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പ്രധാനമായും കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതായത് അബൂ ബറസ അൽ അസ്ലമി എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു ദാസന്റെ കാൽപാദങ്ങൾ നീങ്ങുകയില്ല. ഹത്താ യുസ്അല അൻ ഉമുരിഹി ഫീമാ അഫ്നാഹു, അവന്റെ ആയുസ്സിനെ പറ്റി ചോദ്യം വരും, എന്തിനാണത് വിനിയോഗിച്ചത്. വാൻ ഇൽമിഹി ഫീമാ ഫഅല, അവൻ നേടിയ അറിവിനെ പറ്റി ചോദിക്കും, അത് എന്തൊന്നിനു വേണ്ടി നീ അത് വിനിയോഗിച്ചു. വാൻ മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദ്യം വരും. മിന്നൈ നക്തസബഹു, രണ്ട് ചോദ്യമാണ്. ഒന്ന്, എവിടെ നിന്നുണ്ടാക്കി. വഫീമ അൻഫക്കഹു, എങ്ങനെ അത് ചെലവഴിച്ചു. വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, നിനക്ക് ആരോഗ്യവും സൗന്ദര്യവുമുള്ള നല്ല ഒരു ബോഡി, ശരീരം തന്നിരുന്നു, അത് നീ എന്തിന് വിനിയോഗിച്ചു. ഇത് വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട് പല രൂപത്തിൽ. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തുടക്കത്തിൽ വന്ന പദം എന്താണ്? ലാ തസൂലു കദമ അബ്ദി യൗമിൽ ഖിയാമ, അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു ദാസന്റെ കാൽപാദങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് നീങ്ങുക പോലുമില്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ എന്നുള്ളതാണ്. അപ്പം അതിന്റെ വിശദീകരണത്തിൽ കാണാം, ഐ മിൻ മൗഖിഫിഹി ലിൽ ഹിസാബി ഇല ജന്നത്തി നൗനാരിൻ, അവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന വിചാരണയ്ക്ക് വേണ്ടി അവിടേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ സംഭവം, ഈ ചോദ്യം വരിക എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായി മറുപടി പറയേണ്ടി വരും. നിന്ന കാല് നിൽക്കേണ്ടി വരും എന്നർത്ഥം. ഒന്ന് കാലിളക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പൊ ഇത് വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണ്. അപ്പൊ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ പറ്റി നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അത് റബ്ബിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട മാർഗത്തിലാണോ നമ്മൾ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞാൽ കാണാം, ഈ ളുൽമ ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, അല്ലെ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ദുനിയാവിൽ ഒരു ടീമായിട്ടാണ് അവർക്ക് അതിനൊരു ടീം ഉണ്ടാവും.
ഇപ്പോൾ കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ഗ്യാങ് ഉണ്ടാവും. അങ്ങനെ തെറ്റുകൾ പലതും ചെയ്യുന്നവരൊരു ഗ്യാങ് ആയിട്ട് ഒന്നിച്ചു കൂടിയിട്ടാണ് ചെയ്യുക. അപ്പം പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. ഒരാളെ രക്ഷപ്പെടുത്തും, ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം പരലോകത്തെത്തുമ്പോൾ, റബ്ബിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെ താഴോട്ട് താന്ന് നിന്ദ്യത ബാധിച്ച് വളരെ വിഷമത്തിൽ അവരിങ്ങനെ കഴിയുകയാണ്. അപ്പം ചോദിക്കുകയാണ്, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി, ലാ തനാസറൂൻ, ഇവിടെ എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കാത്തത്, ഹെൽപ്പ് ചെയ്തു കൊടുക്കാത്തത് എന്ന് പരിഹാസ രൂപേണ അവരെ നിസ്സാരമാക്കിക്കൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, മാലക്കും ലാ തനാസറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ സഹായിക്കുന്നില്ല അവിടെ സഹായിച്ച പോലെ. പക്ഷെ അള്ളാഹു പറയാണ് എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്. ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. ബൽ എന്ന് പറഞ്ഞാൽ എങ്കിലും, അല്ലെ പക്ഷേ, ഹുമുൽ യൗം, അവരിന്ന്, മുസ്തസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ അവർ കീഴടങ്ങിയവരാണ്. കീഴടങ്ങി, ഇനി അവർക്കൊന്നിനും പറ്റില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിക്ഷകളെ കണ്ടു, നരകത്തെ കണ്ടു, ഇനി രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കീഴൊതുങ്ങിയവരാണ്, അവർ കീഴടങ്ങിയവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പരലോകത്ത് ഒരു നിലയ്ക്കും പരസ്പരം ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ പറ്റുകയില്ല, അതിനുള്ള ഒരു അവസരം അവിടെ കിട്ടുകയില്ല എന്നർത്ഥം. എന്നാൽ ഖുർആനിൽ തന്നെ കാണാം, പരലോകത്ത് ചില ഘട്ടങ്ങളുണ്ട്. ചിലയിടത്ത് നമുക്ക് സംസാരിക്കാനേ അനുവാദമില്ല, ഒരു നിലയ്ക്ക് നമുക്ക് മിണ്ടാൻ പോലും പറ്റില്ല, അള്ളാഹു പെർമിഷൻ തരണം, തരാതെ പറ്റില്ല. ചിലയിടത്ത് നമുക്ക് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചിലയിടങ്ങളിലാവട്ടെ നമുക്ക് എന്ത് കളവും പറയാനുള്ള ഒരവസരം മഹ്ശറിൽ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകും. അപ്പം നമ്മൾ നമ്മളെ ന്യായീകരിക്കാൻ നോക്കും, നമ്മൾ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള നുണകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞു നോക്കും. അതൊക്കെ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ആളെ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ സമ്പത്ത് കിട്ടിയ ആളോട് ചോദിക്കും, നീ അത് എന്തിന് ചെലവഴിച്ചു? അപ്പം പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല നീയത്തോടു കൂടി അത് ചെലവഴിച്ചു. അപ്പൊ ആ മനുഷ്യനോട് അള്ളാഹു പറയുന്നത് കദബുത്ത എന്നാണ്, നീ പറഞ്ഞത് കളവാണ്, സത്യമല്ല അത്. നീ ചെയ്തത് ഇന്ന ആളുകൾ കാണാനും കേൾക്കാനും കൈയടിക്കാനും നിന്നെ പ്രശംസിക്കാനുമായിരുന്നു, അതുകൊണ്ട് ഒരു രക്ഷയില്ല, നീ നരകത്തിലേക്കാണ് എന്ന് പറയും. ഇങ്ങനെ ആളുകളോട് പറയുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം പരലോകത്ത് വെച്ച് അവിടുന്ന് നുണ പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമിക്കും. തൊലികളെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിക്കുമ്പം ഈ ഓരോ മനുഷ്യരും ചോദിക്കുന്ന, ആക്രമണം ചെയ്ത ആൾക്കാർ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ തൊലികൾ പറയും, ഞങ്ങളെ കൊണ്ട് അള്ളാഹു ഇന്ന് സംസാരിപ്പിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട്, ഈ തൊലികളായ ഞങ്ങളെ കൊണ്ട് അള്ളാഹു ഇന്ന് സംസാരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഈ അക്രമികളായ ആളുകൾ സ്വീകരിക്കുന്ന അവരുടെ ആ നിലപാടും സമീപനവും അതുപോലെ അവരുടെ മോശമായ അവസ്ഥകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി അങ്ങോട്ട് വരുന്നത് വേറൊരു ഭാഗമാണ്, 27 തൊട്ട് വാക്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ 27-ാമത്തെ ആയത്തുണ്ടല്ലോ തുടക്കത്തിൽ, അത് മാത്രം കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അക്ബല എന്ന് പറഞ്ഞാൽ അവർ മുന്നിടും, അക്ബല യുക്ബിലു, അക്ബല എന്ന് പറഞ്ഞാൽ മുന്നിടുക, അദ്ബറ എന്ന് പറഞ്ഞാൽ പിന്നിടുക. അപ്പം അക്ബല അവർ മുന്നിടും, അവർ മുന്നിട്ട് തിരിയും, ബഅദുഹും എങ്ങോട്ട്, അവരിൽ ചിലർ, അലാ ബഅദിൻ ചിലരുടെ മേൽ അല്ലെങ്കിൽ ചിലരോട്, എന്നിട്ട് യതസാഅലൂൻ അന്യോന്യം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അവർ അന്യോന്യം ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ ചിലരുടെ നേരെ മുന്നിടും, തിരിയും എന്നുള്ളതാണ്. അതായത് ദുനിയാവിൽ വളരെ സൗഹൃദത്തിലും കെട്ടുറപ്പിലും പോയിരുന്ന ഈ ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇകഴ്ത്തുകയും കുറ്റപ്പെടുത്തുകയും ഒഴിഞ്ഞു മാറുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ദുനിയാവിൽ അവർ തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നിച്ചൊരു ടീമായി നിന്ന ആളുകളാണ്. അപ്പം പരലോകത്തെത്തുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തുകയും ഇതൊക്കെ ആക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം നാളെ പരലോകത്തുണ്ടാകുന്ന വളരെ മോശമായ ളുൽമു ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന മോശമായ ഒരു അവസ്ഥ ഇവിടെ അതിൻ്റെ ചിത്രം മുൻകൂട്ടി റബ്ബ് നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകം എന്ന് പറയുന്നതിൻ്റെ ഭയാനകതയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് ഒരു സഹാബിക്ക് മദീനയിലെ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ഹുദൈഫ എന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹത്തിന് മാത്രമേ മദീനയിൽ ആരൊക്കെയാണ് മുനാഫിക്കുകളായിട്ടുള്ളത് എന്നുള്ളത് അറിയുള്ളൂ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് രഹസ്യമായിട്ട് ചോദിക്കുകയാണ്. ആരോട്? രഹസ്യമായിട്ട് ചോദിക്കുകയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്, ഹുദൈഫ, നബി പറഞ്ഞു തന്ന മുനാഫിക്കുകളുടെ ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ ഹുദൈഫ എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറും ഫിൽ ജന്ന, ഉമറെ നീ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട രണ്ടാമത്തെ സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പേടിച്ചിട്ട് പോയിട്ട് എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ എത്രമാത്രം അവർ ഈ മഹ്ശറിനെയും പരലോകത്തെ ഓരോ അവസ്ഥകളെയും ഒക്കെ എത്രയേറെ, അത്രയും അള്ളാഹിന്റെ റസൂലിന്റെ നാവ് ഉമറെ നീ സ്വർഗത്തിലാണ് എന്ന് ആ സന്തോഷ വാർത്ത കിട്ടിയിട്ട് പോലും പരലോകത്തെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി ആയിരിക്കണം ഒരിക്കലും അവസാനിക്കാത്ത ആ ലോകത്തെ കാണേണ്ടതും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതും എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ കാണുകയും ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ഷിർക്ക് ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ആളുകളെയൊക്കെ പറ്റിയാണെങ്കിൽ തന്നെയും ഈ ആയത്തുകളിലേക്ക് നമ്മളും കടന്നു വരേണ്ടതുണ്ട്. അപ്പൊ ഇത്രയാണെന്ന് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ മെസ്സേജ് അയച്ചിരുന്നു. നമുക്ക് ഒരു മദ്രസയുടെ ഭാഗം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം ഇൻഷാ അള്ളാഹ് അത് വളരെ ഒരു അത്യാവശ്യമായ കേസായതുകൊണ്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ആ വിവരം അറിയിച്ചത്. കുറേയേറെ ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന. എങ്കിലും ഓരോരുത്തർക്ക് ആവുന്ന രൂപത്തിൽ, പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ളവരും കൂടി അതുമായി സഹകരിച്ചാൽ, നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അയക്കാൻ പറ്റുന്ന നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കിയുള്ളവരും കൂടി അത് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് അത് പൂർത്തീകരിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ട് പറ്റാത്ത ആളുകൾ അതിൻ്റെ ഒരു നല്ല പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.